നമസ്കാരം. ഇന്നത്തെ പത്രങ്ങൾ വിശദമായി കേൾക്കാം. മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നു. കാതിലെത്തും പത്രങ്ങൾ. ഇന്ന് 2025 ഫെബ്രുവരി 5 ബുധനാഴ്ച. ഞാൻ MJ പ്രകാശ്. 205 ഇന്ത്യക്കാരെ US നാടുകടത്തി. വ്യോമസേനാ വിമാനത്തിലാണ് അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക തിരികെ എത്തിച്ചത്. കിഫ്ബി ടോൾ പിരിവ് നീക്കത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് പത്രങ്ങളിലുണ്ട്. പിരിവ് AI സാങ്കേതികവിദ്യയിലെന്നും ഈ സമ്മേളനത്തിൽ തന്നെ ബില്ലിന് സാധ്യതയെന്നും മലയാള മനോരമയിൽ പ്രധാന തലക്കെട്ട് നൽകിയിരിക്കുന്നു. പകുതി വിലയ്ക്ക് ഇലക്ട്രിക് സ്കൂട്ടറും തയ്യൽ മെഷീനും ലാപ്ടോപ്പും ഗൃഹോപകരണങ്ങളും ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പ് 1000 കോടി കടക്കുമെന്നാണ് പോലീസ് നിഗമനം. കണ്ണൂരിൽ മാത്രം 2000 പരാതികളുണ്ട്. പത്രങ്ങളിൽ വാർത്തകൾ നിരവധിയുണ്ട്. കേൾക്കാം വിശദമായി. ആദ്യം മലയാള മനോരമയിലെ പ്രധാന തലക്കെട്ടിലേക്ക് പോകാം. ടോൾ കൊള്ള 30 കിലോമീറ്ററിനും. കിഫ്ബിക്ക് റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കാനായി സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവരുന്നു. 30 കിലോമീറ്റർ വാഹനത്തിൽ സഞ്ചരിച്ചാൽ ടോൾ ഈടാക്കും. ടോൾ ബൂത്ത് സ്ഥാപിക്കുന്നതിന് പകരം AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പിരിവിനുള്ള വ്യവസ്ഥ കൊണ്ടുവരും. നിയമത്തിന്റെ കരടിന് അംഗീകാരമായാൽ ഈ സമ്മേളനത്തിൽ തന്നെ ബിൽ അവതരിപ്പിച്ചോ അതിനുശേഷം ഓർഡിനൻസ് ഇറക്കിയോ നിയമഭേദഗതി നടപ്പാക്കാനാണ് ആലോചന. കിഫ്ബിക്ക് വരുമാനം ഉറപ്പാക്കാനായി ടോൾ പിരിക്കില്ലെന്ന് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക് നിയമസഭയിൽ നൽകിയ ഉറപ്പിന് വിരുദ്ധമായാണ് ഇപ്പോഴത്തെ നീക്കം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് സംസ്ഥാനത്ത് ടോൾ പിരിവ് നിർത്തലാക്കുന്നതിന് തുടക്കമിട്ടത്. ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രി G. സുധാകരൻ ടോൾ പൂർണ്ണമായി നിർത്തി. ഇതെല്ലാം തകിടം മറിച്ചാണ് ഇപ്പോഴത്തെ നീക്കം. ദേശീയപാതയ്ക്ക് സമാനമായ ദീർഘദൂര റോഡുകളിൽ മാത്രം ടോൾ പിരിക്കാമെന്നാണ് പഠന റിപ്പോർട്ടിലെ നിർദ്ദേശം. പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം ഏതെങ്കിലും റോഡിൽ നടപ്പാക്കാനും നിർദ്ദേശിക്കുന്നു. നിരക്ക് ദേശീയപാതയിലേതിനേക്കാൾ കുറവായിരിക്കും. നിലവിൽ നിർമ്മിക്കുന്ന റോഡുകളിൽ മതിയോ നേരത്തെ പൂർത്തിയാക്കിയവയിലും വേണോ എന്നൊന്നും ചർച്ച ചെയ്തിട്ടില്ലെന്ന് കിഫ്ബി അധികൃതർ അറിയിച്ചു. ഏതൊക്കെ റോഡുകൾ വേണമെന്ന് സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നും കിഫ്ബി വ്യക്തമാക്കി. മാധ്യമത്തിൽ ഇന്നത്തെ പ്രധാന തലക്കെട്ട് US നാടുകടത്തലാണ്. 205 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായി അമേരിക്കയിലെ ടെക്സസിൽ നിന്നുള്ള ആദ്യ US വ്യോമസേനാ വിമാനം ഇന്ത്യയിലേക്ക് തിരിച്ചു. അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരായ 18,000 പേരെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം നടപ്പാക്കുന്നതിന്റെ തുടക്കമാണിത്. ഇന്ത്യൻ എംബസി വഴി പൗരത്വം ഉറപ്പുവരുത്തിയ ശേഷമാണ് 205 പേരുമായി C-7 വ്യോമസേനാ വിമാനം ഇന്ത്യയിലേക്ക് പറന്നത്. ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 6 പുറപ്പെട്ട വിമാനം ബുധനാഴ്ച രാവിലെ 9 അമൃത്സറിൽ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷ. 1100 ഇന്ത്യക്കാരെ കഴിഞ്ഞ വർഷം അമേരിക്ക തിരിച്ചയച്ചിരുന്നുവെങ്കിലും ചരിത്രത്തിലാദ്യമായാണ് സൈനിക വിമാനത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്ന് പുറന്തള്ളാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈന്യത്തിന്റെ സഹായം ആവശ്യപ്പെട്ടിരുന്നു. എൽപാസോ, ടെക്സാസ്, സാന്റിയാഗോ എന്നിവിടങ്ങളിൽ നിന്ന് പിടികൂടിയ 5000 അനധികൃത കുടിയേറ്റക്കാരെയാണ് സ്വന്തം രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത്. അനധികൃത കുടിയേറ്റം പൊറുപ്പിക്കില്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നതെന്ന് ന്യൂഡൽഹിയിലെ US എംബസി വ്യക്തമാക്കി. തിരിച്ചയക്കൽ ഇന്ത്യയുടെ അറിവോടെ മോദിയുടെ സന്ദർശനത്തിന് മുൻപ്. ഇന്ത്യയുമായി കൂടിയാലോചന നടത്തിയാണ് 205 അനധികൃത കുടിയേറ്റക്കാരുമായി വ്യോമസേനയുടെ ആദ്യ വിമാനം US ഇന്ത്യയിലേക്ക് അയച്ചത്. ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും പ്രസിഡന്റ് പദത്തിലെത്തിയ ശേഷമുള്ള ആദ്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരാഴ്ച കഴിഞ്ഞ് US പോകാനിരിക്കെയാണിത്. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കാനുള്ള ട്രംപിന്റെ നീക്കത്തെ ഇന്ത്യ പിന്തുണച്ചിരുന്നു. വാഷിംഗ്ടണിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യം ചർച്ച ചെയ്തപ്പോൾ ശരിയായത് ചെയ്യുമെന്ന് നരേന്ദ്രമോദി ഉറപ്പു നൽകിയിരുന്നെന്ന് ട്രംപും വെളിപ്പെടുത്തിയിരുന്നു. അമേരിക്കയിൽ എന്നല്ല, ലോകത്തിന്റെ ഏതു ഭാഗത്തും മതിയായ രേഖകളില്ലാതെ താമസിക്കുന്ന ഇന്ത്യക്കാരെ തിരിച്ചുകൊണ്ടുവരുമെന്നാണ് വിദേശകാര്യ വക്താവ്
രൺധീർ ജയ്സ്വാൾ പറഞ്ഞത്. എന്നാൽ രേഖ പരിശോധിച്ച് ഇന്ത്യക്കാരാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ തിരികെ കൊണ്ടുവരൂവെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഓഫർ കൊള്ള 1000 കോടി കടക്കും. കണ്ണൂരിൽ മാത്രം 2000 പരാതികൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും. പകുതി വിലയ്ക്ക് ഇലക്ട്രിക് സ്കൂട്ടർ, തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ് തുടങ്ങിയവ വാഗ്ദാനം ചെയ്ത് തൊടുപുഴ കോളപ്ര ചുരംകുളങ്ങര അനന്തുകൃഷ്ണൻ നടത്തിയ തട്ടിപ്പ് 1000 കോടി കടക്കുമെന്ന് പോലീസ് നിഗമനം. മൂവാറ്റുപുഴ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത അനന്തുകൃഷ്ണന്റെ ഒറ്റ ബാങ്ക് അക്കൗണ്ടിൽ മാത്രം 400 കോടി രൂപയാണ് എത്തിയത്. ഇതിൽ അവശേഷിക്കുന്നത് 3 കോടി രൂപ മാത്രമാണ്. സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ NGO കോൺഫെഡറേഷന്റെ പേരിലായിരുന്നു തട്ടിപ്പ്. 6000 രൂപ വരെ രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കിയിരുന്നു. വാങ്ങുന്ന സാധനത്തിന്റെ പകുതി വിലയും മുൻകൂർ നൽകണം. ബാക്കി തുക വൻകിട കമ്പനികളുടെ CSR ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കും എന്നായിരുന്നു വാഗ്ദാനം. ആദ്യഘട്ടത്തിൽ കുറെ പേർക്ക് സാധനങ്ങൾ നൽകി. ശേഷിക്കുന്നവരുടെ പണമാണ് നഷ്ടമായത്. കണ്ണൂർ ജില്ലയിലാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചിരിക്കുന്നത്, 2000 പരാതികൾ. ഇടുക്കിയിൽ 350 പരാതികൾ ലഭിച്ചു. തിരുവനന്തപുരത്ത് 8 കേസുകൾ എടുത്തിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ നിന്നും മാത്രം 700 കോടി തട്ടിയെടുത്തെന്നാണ് നിഗമനം. പാലക്കാട്ടും 11 പരാതികളുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 5564 പേരും എറണാകുളം പറവൂരിൽ 2000 പേരും ഗുണഭോക്തൃ വിഹിതം അടച്ച് കാത്തിരിക്കുകയാണ്. ഇവരും പരാതി കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ്. അനന്തുകൃഷ്ണന്റെ ഫ്ളാറ്റുകളിലും സ്ഥാപനങ്ങളിലും പോലീസ് പരിശോധന നടത്തി. കേസുകൾ കൂടുന്ന സാഹചര്യത്തിൽ ഇന്ന് തന്നെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയേക്കും. അനന്തുകൃഷ്ണനെ കസ്റ്റഡിയിൽ ലഭിക്കാനുള്ള അപേക്ഷ മൂവാറ്റുപുഴ കോടതി നാളെ പരിഗണിക്കും. പിരിവിന് സൊസൈറ്റികളും. ഓരോ ജില്ലയിലെയും ചെറുകിട സന്നദ്ധ സംഘടനകളെ അംഗങ്ങളാക്കിയാണ് നാഷണൽ NGO കോൺഫെഡറേഷൻ എന്ന പേരിൽ സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മ പ്രവർത്തനമാരംഭിച്ചത്. മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് സൊസൈറ്റി രൂപീകരിച്ചായിരുന്നു അനന്തുകൃഷ്ണന്റെ തട്ടിപ്പ്. പകുതി വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ലഭിക്കാൻ സൊസൈറ്റി അംഗത്വം ഉറപ്പാക്കി. തലസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന NGOയുടെ പേരിലും പണപ്പിരിവ് നടത്തി. തട്ടിപ്പ് മനസ്സിലായതോടെ ഇതിന്റെ അധികൃതർ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. അറസ്റ്റ് പ്രതീക്ഷിച്ച അനന്തുകൃഷ്ണൻ സ്വന്തം രൂപമടക്കം മാറ്റിയിരുന്നു. സംസ്ഥാന ബജറ്റ് മറ്റന്നാൾ. ക്ഷേമ പെൻഷൻ കൂട്ടിയേക്കും. സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർധന പ്രഖ്യാപിച്ചേക്കും. നിലവിൽ 1600 രൂപ വീതമാണ് പ്രതിമാസം ക്ഷേമ പെൻഷനായി നൽകുന്നത്. 100 രൂപ മുതൽ 200 വരെ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ധനമന്ത്രിയുടെ പരിഗണനയിലുണ്ട്. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്നവരെ പൂർണ്ണമായും ഒഴിവാക്കി പെൻഷൻ ചെലവ് കുറയ്ക്കും. ഇതിന്റെ ഭാഗമായി പുതിയ ക്ഷേമ പെൻഷൻ അപേക്ഷകരും നിലവിൽ കൈപ്പറ്റുന്നവരും മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും. പ്രതിമാസം പെൻഷൻ കൈപ്പറ്റുമ്പോൾ തന്നെ മസ്റ്റർ ചെയ്യുന്ന പരിഷ്കാരവും ആലോചനയിലുണ്ട്. പെൻഷൻ വിതരണം ചെയ്യുന്നതിനും പണം കണ്ടെത്താൻ കഴിഞ്ഞ വർഷം ഇന്ധനത്തിനും മദ്യത്തിനും സെസ് ഏർപ്പെടുത്തിയതുപോലെ മോട്ടോർ വാഹന നികുതി, ഭൂനികുതി തുടങ്ങിയവയ്ക്കുമേൽ സെസ് ഏർപ്പെടുത്തുന്ന കാര്യവും പരിഗണനയിലുണ്ട്. സേവനങ്ങൾക്കുള്ള ഫീസും പിഴയും വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. 7 രാവിലെ 9 മണിക്ക് മന്ത്രി KN ബാലഗോപാൽ തന്റെ 5ാമത്തെ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ച വ്യക്തമാക്കുന്ന സാമ്പത്തിക അവലോകനവും അന്ന് സഭയിൽ വയ്ക്കും. തിരിച്ചടിക്ക് ചൈന. US-ൽ നിന്നുള്ള ഇറക്കുമതിക്ക് തീരുവ ഏർപ്പെടുത്തി. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് US-ൽ 10% തീരുവ ഏർപ്പെടുത്തിയ ട്രംപ് ഭരണകൂടത്തിന്റെ നടപടിക്ക് പിന്നാലെ ഏതാനും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പരിമിതമായ ഇറക്കുമതി തീരുവ ചുമത്തി ചൈന തിരിച്ചടിച്ചു. ഗൂഗിൾ അടക്കം അമേരിക്കൻ കമ്പനികൾക്കെതിരെ വിപണി മര്യാദ ലംഘിച്ചതിന് അന്വേഷണവും പ്രഖ്യാപിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ തുറന്ന വ്യാപാര യുദ്ധം ഒഴിവാക്കാനും ചർച്ചയ്ക്ക് അന്തരീക്ഷമൊരുക്കാനും ചൈനയുടെ കരുതലോടെയുള്ള പ്രതികരണമാണിതെന്നാണ് വിലയിരുത്തൽ. ട്രംപ് ഏർപ്പെടുത്തിയ തീരുവ തിങ്കളാഴ്ച നിലവിൽ വന്നു. ചൈനയിൽ നിന്ന് US-ലേക്കുള്ള $45,000 കോടി വരുന്ന ഇറക്കുമതിയെയാണ് ഇത് ബാധിക്കുക. ചൈനയുടെ നടപടി US-ൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന $2,000 കോടി വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് ബാധകമാകും. ഈ വാരാന്ത്യം ചൈന പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ട്രംപ് സംസാരിക്കുമെന്ന് വൈറ്റ് ഹൌസ് വക്താവ് പറഞ്ഞു. അതിനിടെ
മെക്സിക്കോയ്ക്കും കാനഡയ്ക്കുമെതിരെ ഏർപ്പെടുത്തിയ 25% ഇറക്കുമതി തീരുവ ട്രംപ് അവസാന നിമിഷം 1 മാസത്തേക്ക് മരവിപ്പിച്ചു. യുഎസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കൽക്കരി, LNG എന്നിവയ്ക്ക് 15% തീരുവയാണ് ചൈന ഏർപ്പെടുത്തിയത്. ക്രൂഡ് ഓയിൽ, ടെസ്ലയുടെ ഇലക്ട്രിക് ട്രക്കടക്കം ഉൽപ്പന്നങ്ങൾക്ക് 10% തീരുവയും ചുമത്തി. വിപണി മര്യാദ പാലിക്കാതെയുള്ള ആധിപത്യത്തിന്റെ പേരിൽ ഗൂഗിളിനെതിരെ അന്വേഷണം ആരംഭിച്ചതായി ചൈന വ്യക്തമാക്കി. ഫാഷൻ ഉൽപ്പന്നമായ കാൽവിൻ ക്ലെയിൻ, ബയോടെക് കമ്പനി ഇലുമിന എന്നിവ അടക്കം ഏതാനും അമേരിക്കൻ കമ്പനികൾക്കെതിരെയും ചൈന ഉപരോധ ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. ഇലക്ട്രോണിക്സ്, സോളാർ പാനൽ, മിലിട്ടറി ഉൽപ്പന്ന മേഖലകളിൽ നിർണായകമായ ടങ്സ്റ്റൺ അടക്കം 5 ലോഹങ്ങളുടെ കയറ്റുമതിക്കും ചൈന നിയന്ത്രണം ഏർപ്പെടുത്തി. ഈ മാസം 10-നാണ് പുതിയ തീരുവ നിലവിൽ വരിക. അതിനു മുൻപേ പ്രശ്നം തീർക്കാൻ ചൈന-US ചർച്ച നടന്നേക്കും. ATMകളിലെ സൗജന്യ ഇടപാടിനുള്ള പ്രതിമാസ പരിധി കഴിഞ്ഞാൽ ഈടാക്കുന്ന നിരക്ക് 22 രൂപയായി കൂട്ടാൻ ശുപാർശ. നിലവിൽ 21 രൂപയാണ്. ഇതിനു പുറമെ മറ്റു ബാങ്കുകളുടെ ATM ഉപയോഗിക്കുമ്പോഴുള്ള ഇന്റർബാങ്ക് ചാർജ് 17 രൂപയിൽ നിന്ന് 19 രൂപയാക്കാൻ റിസർവ് ബാങ്കിനോട് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ശുപാർശ ചെയ്തതായാണ് റിപ്പോർട്ട്. ഓരോ മാസവും സ്വന്തം ബാങ്കിന്റെ ATMകളിൽ 5 ഇടപാടുകൾ സൗജന്യമാണ്. മറ്റു ബാങ്കുകളുടെ പ്രതിമാസ ATM ഉപയോഗം മെട്രോ നഗരങ്ങളിൽ 3 എണ്ണവും മെട്രോ ഇതര നഗരങ്ങളിൽ 5 എണ്ണവുമാണ് സൗജന്യം. ഡൽഹി ബൂത്തിൽ രാജ്യതലസ്ഥാനം ആരു ഭരിക്കണമെന്ന് ഡൽഹിയിലെ വോട്ടർമാർ വിധിയെഴുതുകയാണ്. 70-അംഗ നിയമസഭയിലേക്ക് 699 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. തുടർച്ചയായ 4-ാം തവണ അധികാരം ലക്ഷ്യമിട്ട് ആം ആദ്മി പാർട്ടിയും ഏതു വിധേനയും അധികാരം പിടിക്കാൻ BJPയും രംഗത്തിറങ്ങുമ്പോൾ നില മെച്ചപ്പെടുത്താമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. 20 മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാണ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ഫെബ്രുവരി 8-നാണ് വോട്ടെണ്ണൽ. 1.56 കോടി വോട്ടർമാരാണ് ഡൽഹിയിലുള്ളത്. ഇതിൽ 83.76 ലക്ഷം പുരുഷന്മാരും 72.36 ലക്ഷം സ്ത്രീകളും 1267 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉൾപ്പെടുന്നു. 13,766 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഭിന്നശേഷിക്കാർക്കായി 733 ബൂത്തുകളും തയ്യാറാക്കി. മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കിയിരുന്നു. 7,553 വോട്ടർമാരാണ് ഇതിനായി അപേക്ഷ നൽകിയത്. ഇവരിൽ 6,980 പേർ വോട്ട് രേഖപ്പെടുത്തി. 2020-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AAP 62 സീറ്റിലും BJP 8 സീറ്റിലുമാണ് വിജയിച്ചത്. കോൺഗ്രസിന് 1 സീറ്റിൽ പോലും വിജയിക്കാനായില്ല. ബ്രൂവറി CPIയുമായി ഉഭയകക്ഷി ചർച്ചയ്ക്ക് CPM. മുന്നണി യോഗത്തിനു മുൻപ് അനുനയ നീക്കം. എലപ്പുള്ളിയിലെ വിവാദ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് മുന്നണിയിൽ പൊട്ടലും ചീറ്റലും കനത്തതോടെ ഉഭയകക്ഷി ചർച്ചയ്ക്ക് CPM. ജില്ലാ സമ്മേളനങ്ങളുടെ തിരക്കിലുള്ള സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വെള്ളിയാഴ്ച തലസ്ഥാനത്ത് മടങ്ങിയെത്തും. തുടർന്ന് CPIയുമായാണ് ആദ്യ ചർച്ച. സർക്കാർ തീരുമാനത്തിൽ കടുത്ത വിയോജിപ്പ് പരസ്യപ്പെടുത്തിയ RJDയുമായും ആശയവിനിമയം നടത്തും. ശേഷമാകും മുന്നണി യോഗം. മന്ത്രിസഭ അജണ്ട മുൻകൂട്ടി അറിഞ്ഞിട്ടും ഗൗരവം തിരിച്ചറിയാതിരുന്ന CPI നേതൃത്വവും മന്ത്രിമാരും പാർട്ടിക്കുള്ളിൽ പ്രതിരോധത്തിലാണ്. എക്സിക്യൂട്ടീവ് യോഗത്തിലെ രൂക്ഷ വിമർശനങ്ങൾക്ക് ശേഷം നിലപാട് മാറ്റാൻ നിർബന്ധിതമായ നേതൃത്വം പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിക്കുകയുമായിരുന്നു. RJD മന്ത്രിസഭായോഗ തീരുമാനം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. നയപരമായ തീരുമാനങ്ങൾ മുന്നണി യോഗം കൂടി അറിഞ്ഞു വേണമെന്ന നിലപാട് ശക്തമായി RJD ഉന്നയിക്കുന്നതിനും കാരണമിതാണ്. സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങൾ പലതും മുന്നണിയിൽ ചർച്ച ചെയ്യാറില്ലെന്ന വിമർശനവും LDFൽ ശക്തമാണ്. എല്ലാ ഘടകകക്ഷികളുടെയും മാനിക്കുമെന്ന് CPM ആവർത്തിക്കുമ്പോഴാണ് ഈ അതൃപ്തി നിഴലിക്കുന്നത്. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ടീകോമിനെ ഒഴിവാക്കാനുള്ള തീരുമാനവും മുന്നണിയിൽ കൂടിയാലോചിച്ചിരുന്നില്ല. വെള്ളക്കരവും യാത്രാനിരക്ക് ഭേദഗതിയുമടക്കം ഭരണപരമായ തീരുമാനങ്ങൾ പോലും LDFൽ ചർച്ച ചെയ്ത് ധാരണയായ ശേഷം മന്ത്രിസഭയിലേക്കെത്തുന്ന പതിവിലാണ് ഈ വഴുതിമാറ്റം. മദ്യനിർമ്മാണശാലയിൽ ജലലഭ്യതയും പരിസ്ഥിതി പ്രശ്നവുമാണ് CPI ഉന്നയിക്കുന്നതെങ്കിൽ ഇതിനൊപ്പം മദ്യം സാർവത്രികമാകുന്നതിന്റെ വിപത്തുകൂടി സോഷ്യലിസ്റ്റ് നിലപാടിൽ ഊന്നി RJD മുന്നോട്ട് വയ്ക്കുന്നു.
തിരഞ്ഞെടുപ്പ് വർഷത്തിലാണ് കനത്ത പ്രതിഷേധവും പ്രതിപക്ഷത്തിന് ആയുധം നൽകുന്ന തീരുമാനമെന്നതും പാർട്ടി ചൂണ്ടിക്കാണിക്കുന്നു. വെള്ളത്തിലെ ആശങ്ക ദൂരീകരിച്ച് CPIയെ അനുനയിപ്പിക്കാനാണ് CPM ശ്രമം. അനുനയം സാധ്യമായാൽ LDF യോഗത്തിൽ കാര്യങ്ങൾ എളുപ്പമാകുമെന്നാണ് വിലയിരുത്തൽ. AI സോഷ്യലിസം കൊണ്ടുവരുമെന്ന് ആവർത്തിച്ച് MV ഗോവിന്ദൻ. നിർമ്മിത ബുദ്ധി അഥവാ AI സോഷ്യലിസത്തിലേക്ക് വഴിയൊരുക്കുമെന്ന് ആവർത്തിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. AI ശക്തമാകുന്നതോടെ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ അന്തരം വർദ്ധിക്കും. 60% തൊഴിലില്ലായ്മ ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ തന്നെ പറയുന്നത്. 5% തൊഴിലില്ലായ്മ വന്നാൽ തന്നെ പ്രതിസന്ധി ഗുരുതരമാകും. ഇത് ജനങ്ങളുടെ വാങ്ങൽ ശേഷിയെ ബാധിക്കും. ഉപജീവനമാർഗം നഷ്ടമായ ജനങ്ങൾ പിന്നെ എന്തു ചെയ്യും? ആ സംഘർഷം വിപ്ലവത്തിലേക്ക് നയിക്കും. നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയെ വർഗസമരത്തിലൂടെ മാറ്റാതെ ലോകത്തെ ഒരു രാജ്യത്തിനും മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും. അത് സോഷ്യലിസത്തിലേക്കുള്ള പാതയൊരുക്കും. അധ്വാനിക്കുന്ന വർഗം ഭരണകൂടത്തെ തന്നെ തട്ടിമാറ്റി പുതിയ രീതിയിൽ മുന്നോട്ടു പോകുമെന്ന് മാർക്സ് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിക്കണമെന്നും താൻ നേരത്തെ തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇനി മാതൃഭൂമിയുടെ പ്രധാന തലക്കെട്ടിലേക്കാണ്. പരിസ്ഥിതിലോല മേഖല മറുപടിയില്ല. പരിസ്ഥിതിലോല മേഖല സംബന്ധിച്ച അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിനു മുൻപായി കേരളം സമർപ്പിച്ച ശുപാർശയിന്മേൽ വ്യക്തത തേടി കേന്ദ്രം. 98 വില്ലേജുകളിൽ 8590 ചതുരശ്ര കിലോമീറ്ററിലേക്ക് കേരളത്തിലെ പരിസ്ഥിതിലോല മേഖലാ വിജ്ഞാപനം പരിമിതപ്പെടുത്തണമെന്നാണ് കേരളം സമർപ്പിച്ച ശുപാർശയിൽ. ഇതിലെ ചില നിർദ്ദേശങ്ങളിലാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം വ്യക്തത തേടിയത്. എന്നാൽ മറുപടി നൽകിയിട്ടില്ല. ഡിസംബർ 23 അയച്ച വിശദീകരണ കത്തിന് കേരള സർക്കാർ മറുപടി നൽകിയിട്ടില്ലെന്ന് ഡീൻ കുര്യാക്കോസിനെ ലോക്സഭയിൽ മന്ത്രി ഭൂപേന്ദ്ര യാദവാണ് അറിയിച്ചത്. ഓരോ വർഷവും കേന്ദ്രം കരട് വിജ്ഞാപനം പുതുക്കി വരികയാണ്. അന്തിമ വിജ്ഞാപനത്തിലേക്ക് ഏത് നിമിഷവും കടക്കാമെന്നിരിക്കെയാണ് കേരളം മറുപടി നൽകാൻ വൈകുന്നത്. കേരളത്തിലെ 123 വില്ലേജുകളെ പരിസ്ഥിതിലോല മേഖലകളായി വിജ്ഞാപനം ചെയ്യാൻ ആവശ്യപ്പെട്ടുള്ള കസ്തൂരിരംഗൻ റിപ്പോർട്ട് മലയോര മേഖലയിൽ വൻ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയിരുന്നു. തുടർന്നാണ് ജനവാസ മേഖലകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമായത്. 2011 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഡോക്ടർ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. പിന്നീട് പരാതികൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് 98 വില്ലേജുകളിൽ മാത്രമായി പരിസ്ഥിതിലോല മേഖല പരിമിതപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ച് കേരളം കേന്ദ്രത്തിന് ശുപാർശ സമർപ്പിച്ചത്. മറുപടി നൽകിയെന്ന് കേരളം. അതേസമയം പരിസ്ഥിതിലോല പ്രദേശം സംബന്ധിച്ച വിശദ റിപ്പോർട്ടും മറുപടിയും കേന്ദ്രത്തിന് കൈമാറിയതായി സംസ്ഥാന സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഇനി ഒരു ഡിറ്റക്റ്റീവ് കണ്ടക്ടറെക്കുറിച്ചുള്ള വാർത്തയിലേക്കാണ്. യാത്രക്കാരിയുടെ 7 പവൻ കണ്ടക്ടറുടെ ജാഗ്രതയിൽ തിരിച്ചുകിട്ടി. യാത്രക്കിടയിൽ ബസ് കണ്ടക്ടർക്ക് തോന്നിയ ചെറിയ സംശയം അതുവഴി യാത്രക്കാരിക്ക് തിരിച്ചു കിട്ടിയത് 7 പവന്റെ മാല. ആലപ്പുഴയിൽ നിന്ന് പത്തനംതിട്ടയ്ക്കുള്ള KSRTC ബസ്സിലാണ് സംഭവം. കണ്ടക്ടർ ആലപ്പുഴ ഡിപ്പോയിലെ K പ്രകാശ്. ചൊവ്വാഴ്ച 8 മണിക്കാണ് AC റോഡ് വഴിയുള്ള ബസ് പുറപ്പെട്ടത്. 4 കിലോമീറ്റർ അകലെയുള്ള കൈതവനയിലെത്തിയപ്പോൾ കുറച്ച് സ്ത്രീകൾ കയറി. 2 തമിഴ് നാടോടി സ്ത്രീകളുമുണ്ടായിരുന്നു. ഇവരുടെ പെരുമാറ്റത്തിൽ ആദ്യം മുതൽ പ്രകാശിന് പന്തികേട് തോന്നി. എങ്ങോട്ടേക്കാണ് ടിക്കറ്റ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അടുത്ത സ്റ്റോപ്പെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് മാങ്കൊമ്പിലേക്കാണെന്ന് പറഞ്ഞു. എന്നാൽ മങ്കൊമ്പ് എത്തും മുൻപ് കൈനകരിയിലെത്തിയപ്പോൾ തിടുക്കത്തിലിറങ്ങി. ബസ്സിലെ ആരുടെയെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പ്രകാശ് വിളിച്ചു പറഞ്ഞു. തൻ്റെ മാല കാണുന്നില്ലെന്ന് ഒരു വയോധിക വിളിച്ചു പറഞ്ഞു. നാടോടികൾ കയറിയ അതേ സ്റ്റോപ്പിൽ നിന്ന് കയറിയതായിരുന്നു ഈ സ്ത്രീ. ഇവർക്ക് സമീപമാണ് നാടോടികൾ ഉണ്ടായിരുന്നത്. പ്രകാശ് ഉടൻ ബസ്സിൽ നിന്നിറങ്ങി തമിഴ് സ്ത്രീകൾക്ക് പിന്നാലെ പാഞ്ഞു. ഒപ്പം യാത്രക്കാരും കൂടി. സ്ത്രീകൾ ബസ്സിറങ്ങി ഓട്ടോയിൽ കയറി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു. എല്ലാവരും ചേർന്ന് തടഞ്ഞു. ഒരു യുവതി മാല കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. ഉടൻ നെടുമുടി പോലീസിനെ വിളിച്ച് സ്ത്രീകളെ കൈമാറി.
സ്വർണമാല വീണ്ടെടുത്തു. പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രകാശിനെ തേടി ജില്ലാ പോലീസ് ആസ്ഥാനത്തു നിന്നടക്കം അഭിനന്ദന വിളികളെത്തി. കേരളം മാർഗരേഖ ലംഘിച്ചു, ഇനി കിട്ടില്ല UGC ശമ്പള കുടിശ്ശിക. 7ാം ശമ്പള പരിഷ്കരണം നടപ്പാക്കിയതിന്റെ ഭാഗമായി സർവകലാശാല കോളേജ് അധ്യാപകർക്ക് നൽകാനുള്ള UGC ശമ്പള കുടിശ്ശിക കേരളത്തിന് കിട്ടില്ല. റീഇംബേഴ്സ്മെന്റ് വ്യവസ്ഥയനുസരിച്ചാണ് കുടിശ്ശിക നിവാരണമെന്നും കേരളം അത് ചെയ്യാത്തതിനാൽ തുക നൽകാനാവില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഇതോടെ അധ്യാപകർക്ക് ലഭിക്കേണ്ട 1500 കോടി രൂപ പാഴായി. തുക ചെലവഴിച്ച ശേഷമുള്ള റിപ്പോർട്ടും പ്രപ്പോസലും സമർപ്പിക്കാൻ 2022 മാർച്ച് 31 വരെയായിരുന്നു സമയം. എന്നാൽ സംസ്ഥാനം ഇത് നൽകിയിട്ടില്ല. 2022 ഏപ്രിൽ 1 മുതൽ റീഇംബേഴ്സ്മെന്റ് പദ്ധതി നിലവിലില്ല. അതിനാൽ ഈ കുടിശ്ശിക നൽകാനാവില്ലെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. ഭരണ പ്രതിപക്ഷ സംഘടനകളും കോളേജ് അധ്യാപകരും ഏറെക്കാലമായി ഉന്നയിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് ലോക്സഭയിൽ ഡീൻ കുര്യാക്കോസ് ഉന്നയിച്ച ചോദ്യത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ഡോക്ടർ സുഗന്ധ മജുംദാർ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം അറിയിച്ചത്. മുക്കം പീഡനശ്രമം, പ്രതികളെ പിടികൂടാതെ പോലീസ്. മുക്കം നഗരസഭയിലെ മാമ്പറ്റയിൽ സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരി കെട്ടിടത്തിൽ നിന്ന് ചാടിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഇഴയുന്നതായി ആക്ഷേപം. സംഭവം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആവശ്യമായ തെളിവുകൾ ലഭിച്ചിട്ടും പോലീസ് പ്രതികളെ പിടികൂടാത്തത് പ്രതിഷേധത്തിനും സംശയങ്ങൾക്കും ഇട നൽകിയിട്ടുണ്ട്. പ്രതികൾ ഒളിവിലെന്നാണ് പോലീസ് ഭാഷ്യം. എന്നാൽ പ്രതികളുടെ സ്വാധീനത്തിന് വഴങ്ങി കേസ് ദുർബലപ്പെടുത്താനും മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിനും അണിയറ നീക്കം നടക്കുന്നതായി ആക്ഷേപമുയർന്നിട്ടുണ്ട്. സംശയങ്ങൾ ബലപ്പെടുത്തും വിധമാണ് പോലീസിന്റെ മെല്ലെപ്പോക്ക്. പ്രതികളെ പിടികൂടാൻ വൈകുന്നതിൽ പരാതിക്കാരിയുടെ ബന്ധുവും സംശയം പ്രകടിപ്പിച്ചു. പ്രതികൾ 3 പേരും യുവതിയുടെ താമസ സ്ഥലത്ത് അതിക്രമിച്ച് കയറി ഉപദ്രവിക്കാൻ ശ്രമിച്ചതായും പ്രാണരക്ഷാർത്ഥമാണ് യുവതി കെട്ടിടത്തിൽ നിന്ന് ചാടിയതെന്നും ബന്ധു പറഞ്ഞു. 3 മാസമായി യുവതി ജോലിക്ക് കയറിയിട്ട്. ഹോട്ടൽ ഉടമ ദേവദാസ് ആദ്യം യുവതിയുടെ പിന്നാലെ പ്രലോഭനങ്ങളുമായി നടക്കുകയും വഴങ്ങാതെ വന്നതോടെ ബലപ്രയോഗത്തിന് മുതിരുകയായിരുന്നുവെന്നും ഫോണിലേക്ക് മോശം സന്ദേശങ്ങൾ അയച്ചിരുന്നതായും ബന്ധു പറഞ്ഞു. പ്രതികളെ പിടികൂടാത്തതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. ഹോട്ടൽ ഉടമയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് കെട്ടിടത്തിൽ നിന്ന് ചാടിയതെന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇതു സംബന്ധിച്ച് വ്യക്തമായ തെളിവും പരാതിക്കാരി പോലീസിന് കൈമാറിയതായാണ് വിവരം. വീഴ്ചയിൽ സാരമായി പരിക്കേറ്റ ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ ഉടമ ദേവദാസൻ, റിയാസ്, സുരേഷ് എന്നിവർക്കെതിരെ മുക്കം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഗസ വെടിനിർത്തൽ പദ്ധതി 2ാം ഘട്ട ചർച്ച തുടങ്ങിയതായി ഹമാസ്. ജെറുസലേം. ഗസ വെടിനിർത്തൽ പദ്ധതിയുടെ 2ാം ഘട്ടം നടപ്പാക്കുന്നത് സംബന്ധിച്ച ചർച്ച തുടങ്ങിയതായി ഹമാസ്. ടെലിഗ്രാം ആപ്പിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിലാണ് ഹമാസ് വക്താവ് അബ്ദുൽ ലത്തീഫ് അൽ ഖനൗ ആണ് ഇക്കാര്യം അറിയിച്ചത്. ജനങ്ങൾക്കുള്ള പാർപ്പിടം, സഹായ വിതരണങ്ങൾ, ഗസ പുനർനിർമ്മാണം തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ ഹമാസ് ആശങ്കാകുലരാണ്. വെടിനിർത്തൽ കരാറിലെ മനുഷ്യത്വപരമായ ചട്ടങ്ങൾ നടപ്പാക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ ഒഴിഞ്ഞുമാറുകയും തടയുകയുമാണ്. ജനങ്ങൾക്ക് വീടും സഹായവും അടിയന്തരമായി ലഭ്യമാക്കേണ്ട മാനുഷിക വിഷയങ്ങളാണ്. അതൊന്നും ഇസ്രായേൽ വൈകിപ്പിക്കുന്നത് സമ്മതിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയ പശ്ചാത്തലത്തിലാണ് ഹമാസിന്റെ പ്രസ്താവന. ട്രംപ് പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം വിദേശ നേതാവുമായി നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത്. അതേസമയം ഗസ വെടിനിർത്തൽ കരാർ നിലനിൽക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലെന്ന് ട്രംപ് പറഞ്ഞു. വെടിനിർത്തൽ കരാറിനെതിരെ രാജ്യത്ത് വലതുപക്ഷ എതിർപ്പ് ശക്തമാകുകയും അഴിമതി ആരോപണങ്ങളെ തുടർന്ന് ജനപ്രീതി ഇടിയുകയും ചെയ്തിരിക്കെയാണ് നെതന്യാഹുവിന്റെ കൂടിക്കാഴ്ച. അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ശേഷം അദ്ദേഹം നടത്തുന്ന ആദ്യ വിദേശയാത്ര കൂടിയാണിത്. നിലവിലെ വെടിനിർത്തൽ കരാർ താൽക്കാലികമാണെന്നും ഭാവിയിൽ ഹമാസിനെതിരെ ആക്രമണം തുടരുമെന്നും നെതന്യാഹു സൂചിപ്പിച്ചിട്ടുണ്ട്. അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലെ ജെനിനിൽ ഇസ്രായേൽ സൈന്യം കനത്ത ആക്രമണം ഇപ്പോഴും തുടരുകയാണ്.
യു.എസിന്റെ വിദേശ സഹായ ഏജൻസി പൂട്ടി. വിദേശ രാജ്യങ്ങളിലെ നിരവധി വികസന സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്ന യു.എസ് ഏജൻസി പൂട്ടി. തിങ്കളാഴ്ച വാഷിംഗ്ടണിലെ ഏജൻസിയുടെ ആസ്ഥാനത്തുള്ള ജീവനക്കാരോട് പുറത്തുപോകാൻ ആവശ്യപ്പെടുകയും മഞ്ഞ പോലീസ് ടേപ്പ് കൊണ്ട് ലോബിയിലേക്കുള്ള പ്രവേശനം തടയുകയുമായിരുന്നു. ഏജൻസിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ യു.എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചതായി സർക്കാർ കാര്യക്ഷമതാ വകുപ്പിന്റെ തലവനായ ഇലോൺ മസ്ക് പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു നടപടി. 600-ലേറെ തൊഴിലാളികളെ ഏജൻസിയുടെ കമ്പ്യൂട്ടർ സംവിധാനത്തിൽ നിന്ന് നീക്കിയതായി ജീവനക്കാർ പറഞ്ഞു. അവശേഷിക്കുന്ന ജീവനക്കാർക്ക് ഏജൻസി പൂട്ടുകയാണെന്ന് ഇമെയിൽ അയച്ചിട്ടുണ്ട്. ശനിയാഴ്ച ഏജൻസിയുടെ വെബ്സൈറ്റ് അപ്രത്യക്ഷമായി. ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ ഏജൻസിയുടെ ആയിരക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിടുകയും നിരവധി പദ്ധതികൾ അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. വിദേശ രാജ്യങ്ങളിലെ വിവിധ സന്നദ്ധ പദ്ധതികൾക്ക് ഏറ്റവും കൂടുതൽ സഹായം നൽകുന്ന രാജ്യം യു.എസ് ആണ്. സാമ്പത്തിക സഹായം അവസാനിപ്പിക്കുന്നതിനെതിരെ യു.എസ് കോൺഗ്രസിലെ ഡെമോക്രാറ്റിക് അംഗങ്ങളിൽ നിന്ന് ശക്തമായ എതിർപ്പുയർന്നിട്ടുണ്ട്. അഫ്ഗാൻ അഭയാർത്ഥികളെ നാടുകടത്താൻ പാക് നീക്കം. ഇസ്ലാമാബാദ്. അഫ്ഗാനിസ്ഥാൻ അഭയാർത്ഥികളെ തിരിച്ചയക്കാൻ നടപടികളുമായി പാകിസ്ഥാൻ സർക്കാർ. അഭയാർത്ഥികളെ ഇസ്ലാമാബാദിൽ നിന്നും റാവൽപിണ്ടിയിൽ നിന്നും ആദ്യം പുറത്തെത്തിച്ച ശേഷം നാടുകടത്താനാണ് നീക്കം. ഇത് സംബന്ധിച്ച് പദ്ധതി നടപ്പാക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഡൗൺ പത്രം റിപ്പോർട്ട് ചെയ്തു. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ആഴ്ച നടന്ന യോഗത്തിലാണ് പദ്ധതി തീരുമാനിച്ചത്. ആദ്യഘട്ടമായി അഫ്ഗാനിസ്ഥാന്റെ പൗരത്വ കാർഡുള്ളവരെ ഉടൻ നാടുകടത്തും. രണ്ടാം ഘട്ടത്തിൽ പാകിസ്ഥാനിൽ കഴിയാൻ നിയമപരമായി അനുമതി നൽകുന്ന POR കാർഡുള്ള അഫ്ഗാൻ പൗരന്മാരെ കണ്ടെത്തും. ഇവർക്ക് ജൂൺ വരെ രാജ്യത്ത് തങ്ങാൻ മന്ത്രിസഭ അനുമതി നൽകിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. 20 ലക്ഷം അഫ്ഗാനിസ്ഥാൻ പൗരന്മാർ പാകിസ്ഥാനിലുണ്ടെന്നാണ് കണക്ക്. ഇവരിൽ 7 ലക്ഷം പേരും നിയമവിരുദ്ധമായാണ് കഴിയുന്നത്. ഹാട്രിക് നേടി ഹർഷിത. നീന്തൽക്കുളത്തിൽ കേരളത്തിന്റെ പൊന്മീനായി ഹർഷിത ജയറാം. ദേശീയ ഗെയിംസ് നീന്തലിൽ 3 സ്വർണമാണ് ഹർഷിതയ്ക്ക്. ഈ നേട്ടം കുറിക്കുന്ന ആദ്യ മലയാളി വനിതാ താരമാണ്. നീന്തലിന്റെ അവസാന ദിനം 100 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്കിലും പൊന്നണിഞ്ഞു. 50 മീറ്റർ, 200 മീറ്റർ എന്നിവയിലായിരുന്നു ആദ്യ 2 സ്വർണം. വനിതകളുടെ വാട്ടർ പോളോയിലും കേരളം സ്വർണം നേടി. ഫൈനലിൽ മഹാരാഷ്ട്രയെ 11-7 കീഴടക്കി. പുരുഷ വിഭാഗത്തിൽ വെങ്കലം നേടി. ബാസ്കറ്റ്ബോൾ 3x3-ൽ ഇരുവിഭാഗങ്ങളിലും വെള്ളിയാണ്. ഗെയിംസിന്റെ 8ാം ദിനം 2 വീതം സ്വർണവും വെള്ളിയും 1 വെങ്കലവും ഉൾപ്പെടെ 5 മെഡലുകളാണ് കേരളം നേടിയത്. ആകെ 8 സ്വർണവും 7 വെള്ളിയും 5 വെങ്കലവുമായി പട്ടികയിൽ 7ാമതാണ് കേരളം. 28 സ്വർണം ഉൾപ്പെടെ 53 മെഡലുകളുമായി കർണാടകയാണ് മുന്നിൽ. പുരുഷ ഫുട്ബോൾ സെമിയിൽ ബുധനാഴ്ച കേരളം അസമിനെ നേരിടും. സ്വർണവില പുതിയ റെക്കോർഡുകൾ തേടുകയാണ്. എങ്ങോട്ടാണ് പൊന്നെ എന്ന് മാതൃഭൂമിയിൽ തലക്കെട്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളിൽ തട്ടി കുതിച്ചുയരുകയാണ് സ്വർണവില. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച പവന് ഒറ്റയടിക്ക് 840 രൂപ കൂടി 62,480 രൂപയായി. ഗ്രാമിന് 105 രൂപ ഉയർന്ന് 7,810 രൂപയിലെത്തി. ഫെബ്രുവരി 1-നുള്ള 61,960 എന്ന റെക്കോർഡാണ് മറികടന്നത്. ഒരു വർഷം കൊണ്ട് പവന് 16,000 രൂപയാണ് കൂടിയത്. 2025-ൽ 35 ദിവസം കൊണ്ട് 5,600 രൂപ കൂടിയിട്ടുണ്ട്. ഒരു പവൻ ആഭരണത്തിന് 68,000 രൂപയോളം വില. നിലവിലെ വിലയിൽ ഒരു പവൻ ആഭരണം വാങ്ങാൻ പണിക്കൂലി കുറഞ്ഞത് 5% കൂടിയും GST 3%, HUID നിരക്ക് 45 രൂപ എന്നിവ ഉൾപ്പെടെ 67,617 രൂപ നൽകണം. പണിക്കൂലി കൂടിയതാണെങ്കിൽ വില വീണ്ടും ഉയരും. സ്വർണവില ഇനിയും ഉയരുമെന്നാണ് വിദഗ്ധാഭിപ്രായം. ജനുവരി 20-ന് ട്രംപ് സ്ഥാനമേറ്റതു മുതൽ പവന് 2,880 രൂപയാണ് വർദ്ധിച്ചത്. കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് വരുന്ന സാധനങ്ങൾക്ക് 25% അധിക നികുതി ഏർപ്പെടുത്തിയുള്ള പ്രഖ്യാപനം സ്വർണവിപണിയെ സ്വാധീനിച്ചു. ഡോളർ ശക്തമാകുന്നതും സ്വർണവില വർധനയ്ക്ക് കാരണമാകും. അന്താരാഷ്ട്ര വിലയിൽ ഒരു ട്രോയ് ഔൺസിന്, അതായത് 31.1 ഗ്രാം സ്വർണത്തിന്
$2,819 ചൊവ്വാഴ്ചത്തെ വ്യാപാരം. $2,870 വരെ വില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇതോടെ ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ സമാപിക്കുന്നു. ഇനി നാളെ. നന്ദി, നമസ്കാരം.